അപ്പോ മനഃപൂർവ്വം അന്വേഷിക്കാതിരിക്കുക, വിരലടയാളം എടുക്കാതിരിക്കുക, DNA പരിശോധനയ്ക്ക് തികഞ്ഞില്ല എന്ന് പറയണം, മുടി തികയാതിരിക്കുക, DNA പരിശോധന നടത്താൻ. എന്നിട്ടോ ഇവന്റെ മുടിയും അവിടെ നിന്ന് കിട്ടിയ മുടിയും തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് കോടതി പറഞ്ഞു. സാമ്യം ഉണ്ടായിട്ട് കാര്യമില്ല, സാമ്യം പലരുടെ മുടി തമ്മിലുണ്ട്. ഒരേ ആളുടെ മുടിയാണെന്ന് തെളിയിക്കട്ടെ. വേറൊരാളുടെ മുടിയാകൂടെ, കുട്ടിയുടെ അച്ഛന്റെ മുടിയാവാം, ആംഗ്ലയുടെ മുടിയാവാം, വേറെ ആരെങ്കിലും മുടിയായിക്കൂടെ. സാമ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഈ കേസ് അന്വേഷിക്കുന്നതിൽ അട്ടിമറിച്ചു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കേസ് ഈ കുട്ടി SC വിഭാഗത്തിൽപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്കറിയാം. SC വിഭാഗത്തിൽപ്പെട്ട കുട്ടി ആക്രമിക്കപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് SC/ST ആക്ട് അനുസരിച്ച് കേസെടുക്കുകയാണ്. SC/ST അതിക്രമം തടയുന്നതിനനുസരിച്ചുള്ള കേസെടുക്കുകയാണ്. ആ കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, ആ കേസ് എടുക്കുന്നത് ഇയാൾ SC/ST ആയിരിക്കും എന്ന് പറഞ്ഞെടുക്കുന്നു. ഇവനൊരു കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുക്കുക. എന്നേക്കാൾ നിങ്ങൾക്കറിയാം, അയാൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സംഭവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പള്ളിയിൽ പോകുന്ന ആളാണ്. സർവോപരി അദ്ദേഹത്തിന്റെ അച്ഛന്റെ കല്യാണം നടന്നത് പള്ളിയിൽ വെച്ചാണ്. അങ്ങനെയുള്ള ഒരാൾ SC-യുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ അതെങ്ങനെ സ്വീകരിക്കുക? പരിശോധന പോലുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? SC/ST ആക്ട് വേണ്ട തീരുമാനിച്ചു. SC/ST ആക്ട് വന്നാലുള്ള വ്യത്യാസം എന്താ? ഈ കേസ് അന്വേഷിച്ച് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അത് അന്വേഷിക്കേണ്ടത് DYSPയോ അതിലും ഉയർന്ന റാങ്കിലുള്ള ആളാണ്. എന്താ കാര്യം? ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഇവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇയാളുടെ അന്വേഷണം പോകാൻ പാടില്ല. ഇയാൾ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ചുമതലയെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് DYSP ഓഫീസിലേക്ക് പോകരുത്. ഈ കവർ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെച്ച് ഈ പ്രതിക്കെതിരെ SC/ST ആക്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണം ആദ്യം മുതൽ ഒരു എന്താ പറയാ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് കോടതിയിൽ പോയാൽ ഈ കേസ് വീണ്ടും അന്വേഷിക്കണം. കാരണം അന്വേഷണം യോഗ്യതയില്ലാത്ത ഒരാളെ അന്വേഷിച്ച് ഒരു DYSP അന്വേഷിക്കേണ്ട കേസ് സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചാൽ അങ്ങനെ പാടില്ല എന്നാണ് നിയമം. ആ കേസ് നിലനിൽക്കില്ല. അപ്പൊ ചുരുക്കത്തിൽ പ്രശ്നം ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലെത്തി. എന്നിട്ട് പിന്നെ കഥകൾ ഉണ്ടാക്കി. നമുക്കറിയാലോ, വാളയാറിൽ അമ്മയെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഇപ്പൊ പറയുന്നില്ല. അന്ന് എന്തൊക്കെ പറഞ്ഞു? SC/ST വിഭാഗം മധുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു? SC/ST വിഭാഗത്തിൽ ആളുകളാണെങ്കിൽ അവരെ പറ്റി എന്തും പറയാം. അതിന് പാർട്ടിയുണ്ട്, പാർട്ടിയുടെ സംവിധാനങ്ങളുണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ ഉണ്ട്. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവൻ പറയും. ഇന്നലെ നിങ്ങൾ കേട്ടല്ലോ, മിനിയാന്ന് അല്ലേ, ആ അച്ഛനെ കുത്തി. എന്തിനാ കുത്തിയത്? വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അച്ഛൻ വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു. ആ കത്ത് പത്രങ്ങളിൽ വന്നു. ആ കത്തിൽ ആവശ്യപ്പെട്ട എന്താ? നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ കേസ് FIR നിലനിർത്തി ഈ കേസിന്റെ വിധി റദ്ദാക്കണം. വിധി റദ്ദാക്കിയാൽ പ്രതികൾ തിരിച്ചു വരും. നമ്മളെ തിരിച്ചു വരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള ദേഷ്യം കൊണ്ടല്ല. തിരിച്ചു വരണമെന്ന് പറയുന്നത് അയാൾ തിരിച്ച് പ്രതിയായില്ല എങ്കിൽ ഈ കേസ് ഒരിക്കലും ഹൈക്കോടതി എടുക്കാൻ പോണില്ല. അടുത്ത 2027 കേസ് വരും. പ്രതി ജയിലിലുണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കൂ. അല്ലെങ്കിൽ കേസ് വൈകിപ്പോവും. നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ വിചാരണ നടക്കുന്ന കേസുകളിൽ ഒരു 90% 2019-20 കേസാണ്. എന്ന് പറഞ്ഞാൽ 27 ആവും ഈ കേസ് വരെ. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞോ ആർക്കത് 27 വരെ കാത്തിക്കാൻ പറ്റുക? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിന്റെ അന്വേഷണം അബിനീഷ്യോ തുടക്കം മുതൽ തെറ്റാണ് എന്നതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം. അത് ആരന്വേഷിക്കുന്നത്? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, SC/ST ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ടില്ല. അങ്ങനെ കേസെടുക്കണം എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു. ഇയാൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് വ്യാജ്യമാണ്. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥരെ വേണം ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ കാര്യങ്ങൾ അത് വെച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയത് ശരിയായില്ല. ഇത് SC/STയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്. നിയമവാഴ്ചയുടെ പ്രശ്നമാണ്. ഡോക്ടർ BR അംബേദ്കർ എന്തിനാ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്? അതിലെന്തിനാ നിയമങ്ങൾ എഴുതി വെച്ചത്? അതിന്റെ ഭാഗമായി എന്തിനാ SC/ST അട്രോസിറ്റീസ് ആക്ട് വന്നത്? എന്തിനാ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിനെതിരായി നിയമങ്ങൾ കൊണ്ടുവന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞതുപോലെ രണ്ട് നീതി
നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. രണ്ട് ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടില്ലാന്നേ, ഒരു ഭരണഘടന എഴുതിയിട്ടുള്ളൂ അല്ലേ? ഒരു ഭരണഘടന എഴുതിയിട്ടുള്ളൂ, അതെല്ലാവർക്കും ഉള്ള ഭരണഘടന. എന്തുകൊണ്ട് ആ നീതി ചില വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ചോദ്യമാണ്. അത് വാളയാറിലാണെങ്കിലും അട്ടപ്പാടിയിലാണെങ്കിലും വണ്ടിപ്പെരിയാറിലാണെങ്കിലും നിരവധി ഇടങ്ങളിൽ, കേരളത്തിലെ നിരവധി ഇടങ്ങളിൽ ഇത്തരം സമരങ്ങളിൽ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള വിളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്